ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ നമ്മൾ അന്നമോളെ കൂട്ടാൻ പോവാണ്. അതായത് എൻ്റെ അമ്മയുടെ അനീത്തിയുടെ മൂത്ത പോലെയാണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. അവധിയൊക്കെ അല്ലേ, അവളെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ലല്ലോ, കളിക്കാരും ഇല്ലാത്തതുകൊണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാണ്. അവളെ കൂട്ടാനായിട്ട് നമ്മൾ മണിമലയ്ക്കാട്ടോ പോകുന്നത്. എൻ്റെ അമ്മയുടെ പപ്പായും ഉണ്ട് കേട്ടോ. ഞാനും എൻ്റെ അനിയനും എല്ലാവരും കൂടെ പോയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓണാവധിയൊക്കെ അല്ലേ, അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് കരുതി ഞാൻ വന്നപ്പോ നമുക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ മണിമേലേക്ക് പോകുന്ന വിശേഷങ്ങളായിരിക്കും ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഗൈസ്, നമ്മൾ എല്ലാവരും കൂടെ മണിമലയ്ക്ക് പോവാ കേട്ടോ. അപ്പൊ ഞാൻ കേറട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ പൊൻകുത്ത് എത്താറായി. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വളവ് തിരിഞ്ഞാൽ നമ്മളെ മണിമലയിൽ നമ്മൾ എത്തും കേട്ടോ. അവിടുന്ന് മണിമലയിൽ നിന്ന് വളവ് തിരിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടുന്ന് അങ്ങോട്ട് ഇച്ചിരി കൂടെ പോയാൽ നമുക്ക് അവിടെ ഒരു വളവുണ്ട് ഗൈസ്. അവിടുന്ന് നമ്മൾ വളവ് തിരിഞ്ഞാൽ ഇറങ്ങിയാൽ നമ്മൾ മണിമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. ഞാനിങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം നമ്മൾ ആ വളവ് കണ്ടില്ല, ആ വളവിലോട്ട് നമ്മൾ ഇപ്പം തിരിയും ഗൈസ്. ഇപ്പം നമ്മൾ തിരിയാൻ പോവാണ്. നമ്മൾ ഇറങ്ങി മണിമലയിലെ വളവിലോട്ട് ഇറങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ വളവിൽ ഇറങ്ങി നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളവ് തിരിഞ്ഞേ ഗൈസ്. നമ്മൾ ആൻറ്റിയുടെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് നിന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഫ്രൂട്ട്സ് മേടിക്കാൻ കടയിൽ കയറുകയാണ്. ഇപ്പൊ വണ്ടി എടുത്തതാണ്. നമ്മുടെ മണിമല ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട് കടയിൽ നിർത്തിയായിരുന്നു. ഇപ്പൊ നമ്മൾ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പൊൻകുന്നം കഴിഞ്ഞു കേട്ടോ. നമ്മളപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. വഴികളും എല്ലാം കാണാനായിട്ട് ഞാനിവിടെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ മണിമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പാലായിന്നൊരു 2 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. എന്നാലും കുഴപ്പമില്ല ഗൈസ്. എനിക്ക് ആ വളവും തിരിവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ വയറിനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും ഓക്കെയാണ് ഗൈസ്. AC ഒക്കെ ഇട്ടതിൻ്റെ പ്രശ്നമായിരിക്കും. AC ആയിരിക്കും അങ്ങനെ ദൂരത്തോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് AC ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്നത് അധികം എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ AC ഇടുന്നത്. അതുകാരണം വയറിനൊക്കെ എന്തോ പോലെ തോന്നി. എന്നാലും ഞാൻ ഓക്കെയാണ്. പിന്നെ എനിക്ക് ചില്ല് തോന്നിയാൻ തോന്നി. അപ്പോൾ കാറ്റൊക്കെ കൊണ്ട് പോകാമെന്ന് കരുതി AC ഒക്കെ നിർത്താനായിട്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു ഗൈസ്. ഫ്രൂട്ട്സൊക്കെ മേടിച്ച് അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ മരങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ, നല്ല രസമുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് വയറിനൊക്കെ എന്തോ പോലെ തോന്നി. എന്നാലും എനിക്ക് പിന്നെയും തോന്നിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓക്കെയാണ് ഗൈസ്. എനിക്ക് പിന്നെ പ്രശ്നമൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ എനിക്ക് AC നിർത്താമെന്ന് തോന്നി. പിന്നേത്തേക്ക് AC വേണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ AC നിർത്തി ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനിങ്ങനെ വഴികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ കാറ്റിൽ പോകാൻ. അപ്പോൾ ഗൈസ്, ആ കാണുന്നതാണ് മല. നല്ല രസമുണ്ട് ഗൈസ് കാണാനായിട്ട്. എനിക്ക് അങ്ങനെ അധികം ഒന്നും കാണത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ കാണാമായിരിക്കും. എനിക്ക് അതുപോലെ ഒന്നും കാണത്തില്ല ഗൈസ്. പിന്നെ ആ മേഘമൊക്കെ കണ്ടില്ല, നല്ല രസം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ മലകളും ഇതുമൊക്കെ കഴിഞ്ഞ് നമുക്ക് മണിമലയാറാട്ടോ അങ്ങോട്ട് ഗൈസ്. നമ്മൾ മണിമലയാർ എത്താറായി ഗൈസ്. ഞാനിപ്പോൾ കാണിച്ചത് എൻ്റെ സൈഡിലാണ് ഗൈസ്. എൻ്റെ ഈ സൈഡിൽ കാണുന്നത് മണിമലയാറാണ്. നല്ല രസമുണ്ട് ഗൈസ്. ചില്ല് തുറന്നിട്ടുണ്ട്, നല്ല കാറ്റുമുണ്ട്, നല്ല രസമുണ്ട് മണിമലയാർ കാണാൻ. നിങ്ങൾക്ക് ആ കാടും പുല്ലും എല്ലാം പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണത്തില്ലായിരിക്കും ഗൈസ്. ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് ദൂരയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മണിമലയാർ നല്ല രീതിയിൽ കാണാൻ പറ്റും ഗൈസ്. ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ആറ്. ഞാൻ അവിടെ ആയിട്ട് എന്തോ ഒരു കുഞ്ഞിങ്ങനെ കല്ല് കണ്ടു ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. എനിക്ക് ഇറങ്ങാൻ തോന്നുന്നു, പക്ഷേ പറ്റിയില്ല ഗൈസ്, വണ്ടിക്കകത്തല്ലേ. അയ്യോ, നല്ല രസമുണ്ടല്ലോ. നല്ല രസമുണ്ട്. ഇങ്ങനെ പുല്ലൊക്കെ അവിടെ നിൽപ്പുണ്ട് ഗൈസ്. എനിക്ക് അത് ഇറങ്ങാൻ തോന്നുന്നു. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഭയങ്കര ഒഴുക്ക് കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ ഒഴുക്ക് കൂടുതൽ, ആ സൈഡിൽ നിന്ന് ഒഴുക്ക് കൂടുതലാണ് ഗൈസ്. നല്ല രസമുണ്ടല്ലോ കാണാൻ. അയ്യോ, വെള്ളച്ചാട്ടം പോലെ എനിക്ക് ഇറങ്ങാൻ തോന്നുന്നു. എനിക്ക് ഇറങ്ങാൻ തോന്നാൻ കാരണം എനിക്ക് കല്ലിങ്ങനെ കുഞ്ഞു കല്ലുകൾ ഇങ്ങനെ പാറ പോലെ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പൊ എനിക്ക് അങ്ങോട്ട് നിനക്ക് അതിനെ മണ്ടേക്കോടെ ചവിട്ടി പോകാലോ, ഒരു സുഖല്ലേ. അതാണ് എനിക്ക് ഇറങ്ങാൻ തോന്നുന്നത്. അതുപോലെ നല്ല പാറകളും വെള്ളം എല്ലാം ഫുള്ള് അങ്ങോട്ട് കാടാണ്.
അപ്പോൾ ഗൈസ് ഈ കാണുന്ന വെള്ളമൊന്നും അല്ല ഗൈസ്. വെള്ളം പൊങ്ങുമ്പോൾ ഫുള്ളും റോഡ് കവിഞ്ഞൊഴുകും. അറിയാലോ, ഫുള്ളും കവിഞ്ഞൊഴുകി ഒരു വണ്ടിക്ക് പോലും പോകാൻ പറ്റാത്ത ഫുള്ളും വെള്ളമായിരിക്കും ഗൈസ്. അതായത് ഇതിൻ്റെയൊക്കെ പകുതിയോളം കാണും ഗൈസ്. അങ്ങനെ നമ്മൾ മണിമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മണിമല എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാലോ, മലകളല്ലേ ഫുള്ളും. ഈ സൈഡ് ഫുള്ള് ഞാൻ മലകൾ കണ്ട് മടുത്ത് ഗൈസ്. ഫുള്ളും മലകളാണ് ഗൈസ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ കാറ്റും കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, കുറേ ദൂരയിലേക്ക് ഇച്ചിരി കൂടെ പോകുമ്പോൾ ഒരു അമ്പലം ഉണ്ടെന്ന്. ആ അമ്പലം ഗൈസ് ഇപ്പം കാണിച്ചു തരാം ഗൈസ്. നല്ല രസമാണ് ആ അമ്പലം കാണാനായിട്ട്. ഇതിനു മുമ്പേ ഞാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്, ഒരു കുഞ്ഞമ്പലമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ആ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ വെള്ളം കയറുമ്പോൾ ആ അമ്പലത്തിൻ്റെ പകുതിയോളം കയറും ഗൈസ്. പിന്നെ ആ വെള്ളം തിരിച്ചിറങ്ങി പോകുമ്പോഴും ആ അമ്പലത്തിനൊരു കുഴപ്പം ഉണ്ടാവില്ല ഗൈസ്. അതെ ആ കാണുന്നതാണ് അമ്പലം. ആ താഴെയാണ് അവർ കൊണ്ട് വെച്ചിരിക്കുന്നത്, പണിതിരിക്കുന്നത്. അത് കാരണം വെള്ളമൊക്കെ കയറുമ്പോൾ എന്നായിരിക്കും സീന്, നല്ല രസമായിരിക്കുമല്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ നേരം ഗൈസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വരുമ്പോൾ പാലമാണ് ഗൈസ്. ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് തിരിയുമ്പോഴത്തേക്കും ഇവിടുന്ന് നമുക്ക് ആ അമ്പലം കാണാൻ പറ്റും. അവിടുന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ കണ്ടില്ലല്ലോ, പക്ഷേ ഇവിടുന്ന് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അമ്പലം. ഇവിടെ വന്നാലേ കാണാൻ പറ്റുള്ളൂ ഗൈസ്. അതെ അത് കണ്ടോ, അതാണ് നമ്മുടെ അമ്പലം. നമ്മൾ അവിടുന്ന് വന്നപ്പോൾ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അതാണ് ഗൈസ്, നല്ല രസമില്ലേ, ഒരു കുഞ്ഞമ്പലമാണ് ഗൈസ്. ഇങ്ങനെ എനിക്ക് മുറി പോലെയുണ്ട് ഗൈസ്. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ മണിമല എത്തി ഗൈസ്. അവിടെ നിങ്ങൾ ബോർഡ് കണ്ടില്ലേ, മണിമല ബോർഡ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഇങ്ങനെ റൈറ്റ് തിരിയുമ്പോഴത്തേക്കും നമുക്ക് മണിമലയിലേക്ക് പോകാൻ പറ്റും ഗൈസ്. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ പാലം കയറി ഗൈസ്. ഇവിടെ കൂടെ 2 വണ്ടിക്ക് പോലും അധികം പോകാൻ പറ്റില്ല ഗൈസ്. 2 വണ്ടിക്ക് പോലും പോകാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഇടയൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞു പാലമാണ് ഗൈസ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. ഞാൻ കടകളൊക്കെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞ് പോകണം ഗൈസ്. ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് ഗൈസ് നമ്മൾ തിരിയും ഗൈസ്. ഇങ്ങോട്ട് തിരിഞ്ഞ് അപ്പോൾ ഗൈസ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ മണിമല പള്ളിയുള്ളത്. ഇതാണ് ഗൈസ് നമ്മുടെ മാതാവിൻ്റെ എന്തൊരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം. അത് നല്ല രസമാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ എത്തി ഈ സൈഡിലാണ്, എൻ്റെ സൈഡിലാണ് ഗൈസ് ആ സാധനം ഉള്ളത്. നമുക്കവിടെ വണ്ടിയൊക്കെ നിർത്തി കാണാൻ പറ്റും ഗൈസ്. ഇത് 3 രാജാക്കന്മാരുടെ പള്ളിയാണ് ഗൈസ്. അതാണ് 3 രാജാക്കന്മാരുടെ ഫോട്ടോയും. ഇവിടെ പെരുന്നാളൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ആഘോഷമൊക്കെയാണ് ഗൈസ്. നമ്മളങ്ങനെ വണ്ടി തിരിച്ച് നമ്മൾ കയറി ഗൈസ്. നമ്മൾ എത്തി ഗൈസ്. നമ്മൾ മണിമലയിലേക്കുള്ള ആ ഒരു വഴിയാണ് വീട്ടിലോട്ടുള്ളത്. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കയറാൻ പോവുകയാണ് ഗൈസ്. ഇപ്പോൾ കയറ്റും ഗൈസ്, നമ്മൾ കയറാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കയറ്റാൻ പോവുകയാണ്. ഇച്ചിരി പാടുണ്ടായിരുന്നു കയറ്റാൻ. നമ്മൾ അങ്ങനെ കയറ്റി ഗൈസ്. നമ്മൾ എത്തി ഗൈസ്. ആ കാണുന്നതാണ്, നിങ്ങളൊരു വെള്ള വീട് കണ്ടോ, അതാണ് ഗൈസ് നമ്മുടെ അന്നമോളുടെ മണിമല വീട്. ഇങ്ങോട്ടാണ് നമ്മൾ വന്ന് നിന്ന് അവളെ കൂട്ടാനായിട്ട് ഗൈസ്. അവളവിടെ ഇരിപ്പുണ്ടായിരിക്കും ഗൈസ്, TV കണ്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് വണ്ടി കയറ്റി തിരിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങോട്ട് കയറ്റി നമ്മൾ ഗൈസ്. അവിടെ മതിലൊക്കെ ഉണ്ട് ഗൈസ് ഇങ്ങനെ സൈഡിൽ. ഗൈസ് വീടെത്തി ഗൈസ്. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ ഇനി കാണിക്കാം. നമ്മൾ കയറി അകത്തോട്ട്. അന്നമോൾ അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ അകത്താണ് ഗൈസ്. അവൾ അറിഞ്ഞില്ല നമ്മൾ. ഇതെന്നാന്ന് വെച്ചാല് അന്നമോളൊക്കെ വന്നില്ലേ, ഇവളുടെ അനിയത്തി അബ്രാഹാം അറിയോ. ഇവര് വന്നേ പിന്നെ ഫുള്ളും കളിയാണ്, ഫുള്ളും ബഹളവും കളിയാണ്. കാറൊക്കെ വെച്ച് എന്നെ കാണിക്കുന്നേ കണ്ടില്ല. അത് ഒരു പെട്ടിക്കകത്ത് കുറെ കാറുണ്ടായിരുന്നേ, അതൊക്കെ വെച്ച് കളിയാണ് ഇവരെല്ലാവരും കൂടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. ഒന്നും കേൾക്കത്തില്ല.